അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അമിതവണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം ഒരു ദിവസത്തേക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട വണ്ണത്തിലും അധികമാകുമ്പോഴാണ് പറയുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട വണ്ണം എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ പൊക്കം വെച്ചിട്ടാണ് നമ്മളത് കമ്പയർ ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് ഉള്ള പൊക്കം എന്ന് പറഞ്ഞാൽ 164 സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ ഉയരമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് 100 കുറയ്ക്കുക, 64 കിലോ. അതായത് ഒരു 63-64 കിലോയിലാണ് നമ്മുടെ ബോഡി വെയിറ്റ് ഐഡിയലായിട്ട് നിർത്തുക. ഈ ഒരു ശരീരഭാരം നിലനിർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാകുന്ന പല ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇത് വരുന്നത് തന്നെ തടയാൻ പറ്റും. ഇത് അണ്ടർ വെയിറ്റ് ആയാലും നമുക്ക് ചില രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അണ്ടർ വെയിറ്റും ആവരുത്, ഓവർ വെയിറ്റും ആവരുത്, ഇപ്പോഴും ഐഡിയൽ വെയിറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഈ ശരീരഭാരം അധികമുള്ളവർക്ക് അവരുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആദ്യം തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചേഞ്ചസിലോട്ട് ആദ്യം വരുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ഡെയിലി ബേസിസിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഭക്ഷണം ചിട്ടയോടുകൂടി കഴിക്കേണ്ടത് നോക്കാം. അപ്പോൾ ഏറ്റവും ഒന്നാമതായി പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നോർമലി നമ്മൾ 3 നേരമാണ് ഭക്ഷണം കഴിക്കുക, രാവിലെ, ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ രാത്രിത്തെ ഡിന്നറിന്. ഇതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ലൈറ്റ് ആയിരിക്കും, സമയക്കുറവുണ്ട്. ഉച്ചക്കത്തെ ലഞ്ച് ഒരു മോഡറേറ്റ് ഫോമിൽ കഴിക്കും, രാത്രിത്തെ ഡിന്നർ നല്ല ഹെവി ആയിട്ട് കഴിക്കും. ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കാൻ പ്രധാന കാരണം. അപ്പം അതാദ്യം നമ്മൾ മാറ്റുക. മറിച്ച് എപ്പോഴും രാജാവിനെ പോലെ ക്വാളിറ്റി വൈസിൽ ഒരു രാജാവിനെ പോലെ വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചായയിലൂടെയോ കാപ്പിയിലൂടെയോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ശീലം നമ്മൾ ആദ്യം ഓവർകം ചെയ്യുക. മാറ്റി ചെറിയ ഡ്രിങ്ക്സിലോട്ടൊക്കെ മാറുക. അതിനായിട്ട് ചെറിയ വാം ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നോർമലായിട്ടുള്ള പ്ലെയിൻ ഒരു വാം വാട്ടർ കുടിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം രാവിലെ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് ചായയോ കാപ്പിയോ അഡിക്ഷൻ ഉള്ളവരാണെങ്കിൽ മാക്സിമം കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഡിപ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ കട്ടൻ ചായ എടുക്കുമ്പോഴോ കട്ടൻ കാപ്പി എടുക്കുമ്പോൾ അതിനകത്ത് കലോറി ഇല്ല. മറിച്ച് കട്ടൻ കാപ്പി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും, കുറച്ചുകൂടെ പ്രോപ്പർ ആക്കും. ഇപ്പോൾ ഫാറ്റി ലിവർക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഈ കാപ്പിയിലെ കഫീൻ സഹായിക്കുന്നുണ്ട്. ഇതിന് പുറമെ നമുക്ക് ഗ്രീൻ ടീനെ ഡിപ്പെൻഡ് ചെയ്യാം, ജീരകവെള്ളം ഡിപ്പെൻഡ് ചെയ്യാം, ഇതല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ ഡിപ്പെൻഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് സിനമൺ ഇട്ട് തിളപ്പിച്ച വാട്ടറോ അല്ലെങ്കിൽ അങ്ങനെ മല്ലി വെള്ളം, ഇതൊക്കെ നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ചോയ്സ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും പാലും പഞ്ചസാരയും കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രാവിലത്തെ ആ ഒരു ബെഡ് കോഫി അല്ലെങ്കിൽ ബെഡ് ടീ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ വ്യായാമത്തിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് വർക്കൗട്ടിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഡ്രിങ്കിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പിടി നട്ട്സ് കഴിക്കേണ്ടതാണ്. കാരണം നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എനർജി ലോസിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതല്ല എങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള വ്യായാമമൊന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്കിലൂടെ തന്നെ എനർജി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരു 4-5 ഇഡ്ഡലിയും നല്ല സാമ്പാറും ചമ്മന്തി എല്ലാം കൂടി അങ്ങനെ ഒരു ദിവസം തന്നെ കഴിക്കലാണ്. അപ്പോൾ അവിടെ നമ്മളത് മാറ്റുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ള അരി എന്ന് പറയുമ്പോൾ ഇതിൽ തീരെ ഫൈബർ ഇല്ല. ഫൈബർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ പിന്നെയും വിശക്കും. അപ്പോൾ അതിന് മറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ മില്ലറ്റ്സ് യൂസ് ചെയ്യാം. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ റാഗിയുടെ ദോശ, 2 റാഗിയുടെ ദോശ നമ്മൾ എടുക്കാം. അല്ലെങ്കിൽ റാഗിയുടെ പുട്ട്, ഒരു ചെറിയ പീസ് റാഗിയുടെ പുട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുമല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് എടുക്കാം. ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും എടുക്കാം. അത് 1-2 എങ്കിലും. മാക്സിമം നമ്മൾ ഗോതമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഉപയോഗിക്കാതെ ഗോതമ്പ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം ഗോതമ്പിലാകുമ്പോൾ ധാരാളം ഫൈബേഴ്സ് ഉണ്ടാവും. ആട്ടയാകുമ്പോൾ അത് പോളിഷ്ഡാണ്, അതിൽ തീരെ നാരടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഇതിൻ്റെ കൂടെ കിട്ടുന്ന കറി അതെപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു ദോശ, റാഗി ദോശയോടൊപ്പം നിങ്ങൾക്ക് ഓംലെറ്റ് കഴിക്കാം. ഓംലെറ്റ് ആകുമ്പം അവിടെ ഉള്ളി എന്ന ഫൈബറോട് ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ബാലൻസ്ഡ് ഫോമിലോട്ട് പ്രോട്ടീനും ഫൈബറും കാർബും ചെല്ലുന്നുണ്ട്. ഇനി ഇതല്ല, നിങ്ങൾ മുട്ട പുഴുങ്ങിയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ കുറച്ച് ഒണിയൻ കൂടി കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ അവിടെയും കുറേ ഫൈബേഴ്സ് കിട്ടും. വേണമെങ്കിൽ ഒണിയനും ക്യുക്കുംബറും വെച്ചിട്ട് ഒരു സാലഡ് ആക്കി രാവിലെ കഴിക്കാം, ഒപ്പം റാഗി ദോശയും ഒരു മുട്ട പുഴുങ്ങിയതും. ഇനി ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് കടല ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കടല, പയർ, പരിപ്പ്, പനീർ, ഇവയെല്ലാം പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ അവയെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ ഫൈബറൊക്കെ അടങ്ങിയില്ല, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ രീതിയിൽ അങ്ങ് വിശക്കില്ല. 11 മണിക്ക് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ 11 മണിക്ക് ഒരു ചായയും ഒരു എണ്ണക്കടിയും മസ്റ്റായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ആദ്യം മാറ്റേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു ബെഡ് കോഫിയോ അല്ലെങ്കിൽ ബെഡ് ടീയോ മാറ്റിയ പോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ഡ്രിങ്കിലൂടെ മാറ്റാം. അതിനായിട്ട് നമുക്ക് ഗ്രീൻ ടീ ഡിപ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഗ്രീൻ ടീയിലൊക്കെ നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം നടക്കുന്ന ഒരുപാട് പോളിഫിനോൾസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രീൻ ടീ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഗ്രീൻ ടീനോടൊപ്പം തന്നെ
നട്ട്സ് വേണമെങ്കിൽ നമുക്ക് അവിടെ കഴിക്കാം. അല്ലെങ്കിൽ ഗ്രീൻ ടീയോടൊപ്പം ഒരു റോബസ്റ്റ പഴം നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഗ്രീൻ ടീയോടൊപ്പം തന്നെ ഒരു പേരയ്ക്ക നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ സീസണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പഴവർഗ്ഗങ്ങൾ, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പോൾ ഗ്രീൻ ടീ തന്നെ ആയിക്കോണമെന്നില്ല, ഒരു ഗ്ലാസ് മോരും വെള്ളം ആയാലും മതി. അവിടെ കുറച്ചുകൂടെ കലോറി കൂടുതലാണ്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ഉച്ചക്കത്തെ ചോറിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം നമ്മൾ വെള്ള അരി ഉപയോഗിക്കാതിരിക്കുക. കുത്തരി എടുക്കുക. അത് ഒരു പിടി മാത്രം, നമ്മുടെ കൈപ്പിടിയിൽ കൊടുക്കുന്ന ഒരു പിടി മാത്രം നമ്മൾ ചോറെടുക്കാവുള്ളൂ. ഇപ്പോൾ ഒരളവ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക, ഒരു 100 ഗ്രാം ചോറെടുക്കുക. അരിയല്ല, ചോറ് 100 ഗ്രാം വരെ മാക്സിമം നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാവുന്നതാണ്. ഇനി അതിനോടൊപ്പം തന്നെ കറികൾ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ധാരാളം പ്രോട്ടീൻസും ന്യൂട്രിയൻസും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അവിയൽ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം അവിയൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തേങ്ങയുടെ അളവ് ഒന്ന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഒരു തോരനാക്കാം. അതിനോടൊപ്പം തന്നെ പയറ്, കടല പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ മുട്ട, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മീനോ അല്ലെങ്കിൽ ചിക്കനോ യൂസ് ചെയ്യാം. ഇതൊക്കെ പ്രോട്ടീനാണ്. ഇത് കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ ഒരു ബൗളിൽ സാലഡും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് നല്ല രീതിയിൽ ഫില്ലിംഗ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് ആവിയിൽ പുഴുങ്ങിയ ശേഷം കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഈ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും കുരുമുളകും കുറഞ്ഞ അളവിൽ ചെല്ലുന്ന സമയത്ത് അവ നമുക്ക് ഫാറ്റിൻ്റെ ഡൈജഷന് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ മത്സ്യങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് കിട്ടും. അതുവഴി നമുക്ക് ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാം. ഇനി റെഡ് മീറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. പകരം ചിക്കൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് കറി വെച്ച് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിക്കൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 40 മുതൽ 50 ഗ്രാം വരെയൊക്കെ ചിക്കൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ മീൻ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി വൈകുന്നേരത്തെ ചായ കൂടി അതൊന്ന് മാറ്റിയിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ കട്ടൻ ചായ, കട്ടൻ കാപ്പിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോളം അല്ലെങ്കിൽ കോണിൻ്റെ പീസ് ബോയിൽ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഫ്രൂട്ടുകൾ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ രാവിലെ ഒന്നും മുട്ട കഴിക്കാത്ത ആളാണെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു ബോയിൽഡ് എഗ്ഗ് കഴിക്കാം. ആ ഒരു രീതിയിലായിരിക്കണം ചായയുടെ ടൈമിൽ. ഇനി ഡിന്നറിൻ്റെ ടൈമിനോട് വരുമ്പോൾ 7 മണിക്ക് ഡിന്നർ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ 7 മണിക്ക് ഡിന്നർ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നല്ല ഫില്ലിംഗ് ഉള്ള അല്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീൻസും അടങ്ങിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ ഓട്സ് വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം. എപ്പോഴും ഓട്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഹോൾ ഗ്രെയിൻ ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ മേടിക്കുക. അത് കൂടുതൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപ്പുമാവാക്കിയോ അല്ലെങ്കിൽ പുട്ടാക്കിയോ കഴിക്കുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിച്ചോ അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ രാവിലെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഓട്സിൻ്റെ ഉപ്പുമാവാണ് കഴിച്ചതെങ്കിൽ രാത്രി നമുക്ക് 2 റാഗി ദോശ കഴിക്കാം. രാവിലെ നമ്മൾ ഗോതമ്പ് പുട്ടാണ് കഴിച്ചതെങ്കിൽ രാത്രി നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി 1-2 അതിനോടൊപ്പം സാലഡ്സ് ആയിട്ട് കഴിക്കാം. അതിനോടൊപ്പം എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറി കഴിച്ച് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ ഓട്സിൻ്റെ ഒക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലെല്ലാ തരത്തിലുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യുക. ഒപ്പം കുറച്ച് ഗ്രീൻ പീസും കൂടി ആണെങ്കിൽ അതിൽ ഫൈബറും കിട്ടും, അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട്, നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ. എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. ഓയിലിൻ്റെ അളവ് വളരെ കുറച്ചായിരിക്കണം. മറിച്ച് നമ്മൾ നല്ല റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസും പ്രോട്ടീൻസും കിട്ടുന്ന രീതിയിൽ വേണം പാചകം ചെയ്യാൻ. എന്തായാലും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കൂടുതൽ ഹെൽത്തി ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ ഡയറ്റ് കൊണ്ടുപോകാൻ നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ കലോറിയുടെ ബേസിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 250 മുതൽ 300 വരെ ആയിരിക്കണം നമ്മുടെ ഒരു കലോറി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ഡിന്നറും ഒരു 250 മുതൽ 300 കലോറി വരെ നമുക്ക് സപ്ലൈ ചെയ്യാം. ഇനി ഉച്ചക്കത്തെ ലഞ്ച് കുറച്ചും കൂടി ഹെവി ആയിട്ടാണ് നമ്മൾ കഴിക്കുക. ഒരു 300 മുതൽ 350 കലോറി വരെ ഉച്ചക്കത്തെ ലഞ്ചിന് കൊടുക്കാം. ഇനി അതിനിടയിൽ വരുന്ന 2 സ്നാക്ക് ടൈമുകളുണ്ട്. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 100 മുതൽ 150 കലോറി വരെ നമുക്ക് സപ്ലൈ ചെയ്യാം. അപ്പോൾ ഏകദേശം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 1200 കലോറി നമ്മുടെ ഫുഡിലൂടെ കിട്ടുന്ന എനർജിയാണ്. ഇനി നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ട ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1500 മുതൽ 1800 വരെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ സപ്ലൈ ചെയ്യുന്നത് വെറും 1200 കലോറി ആണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത ഫാറ്റൊക്കെ അവിടെ ബേൺ ചെയ്യും. മറിച്ച് നമ്മളിപ്പോൾ അധികം കലോറി കൊടുത്താൽ എപ്പോഴും ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ നടക്കുകയും വണ്ണം കൂടുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു 1200 കലോറിയൊക്കെ നമ്മളൊരു ദിവസം എനർജി മാത്രമാണ് നമ്മൾ ഭക്ഷണത്തിലൂടെ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അമിതവണ്ണവും കുടവയറും ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മുടെ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുക. എപ്പോഴും ഈ ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഡയറ്റിൽ ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരാം. ചിലപ്പോൾ നമുക്കിത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ടൊരു ഡയറ്റ് എടുക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഐഡിയൽ വെയിറ്റ്
എത്തിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരു ഡയറ്റീഷ്യൻ, അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡയറ്റ് എടുക്കുന്നതിന് മുമ്പ് ബാക്കി നമ്മുടെ വൈറ്റൽസ് ഒക്കെ നോർമൽ ആണോ, നമ്മൾ ഹെൽത്തി ആണോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഒരു ഡയറ്റ് എടുക്കാൻ വേണ്ടി പോവുക. ഡയറ്റിന് കൃത്യമായിട്ടൊരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റിൻ്റെ സജഷൻസ് ചോദിക്കുക, കൃത്യമായിട്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യാനും ശ്രമിക്കുക. ഒപ്പം ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ കൃത്യമായ വ്യായാമം വേണം. ഇതോടൊപ്പം തന്നെ കൃത്യമായി നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക. 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കെ വെള്ളം കൂടി കുടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് പുറത്തേക്ക് പുറന്തള്ളാനും സഹായിക്കുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.